welcome back. So ഇന്ന് ഞങ്ങള് ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ക്യാമ്പയിൻ ഓണമാണ്. സോ ഇന്ന് എന്ന് പറയുമ്പോൾ 14th of September ആണ്. സോ ഇന്ന് മുതൽ ഞങ്ങളുടെ സെലിബ്രേഷൻസ് ആൻഡ് പ്രിപ്പറേഷൻസ് ഫോർ ഓണമാണ്. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങളുടെ ഇവിടെ വന്നിട്ട് 4 months ആയി. അതിനുള്ളിൽ ഞങ്ങൾക്ക് ഇവിടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി ഗൈസ്. അല്ല, സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. സോ ഞങ്ങൾ നിങ്ങളെല്ലാം കാണിക്കുമ്പോൾ ഞങ്ങൾ ഓണം സെലിബ്രേഷൻ, പ്രിപ്പറേഷൻ, സദ്യ, പൂക്കളം, എല്ലാ സംഭവവും ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് ഞങ്ങളിപ്പം പോകാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു നെയ്ബറിൻ്റെ വീട്ടിലാണ്. അവിടെയാണ് ഞങ്ങൾ സെലിബ്രേഷൻസും പ്രിപ്പറേഷൻസും എല്ലാം ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടുത്തെ വീട്ടിലല്ല. സോ ഇപ്പം ഞങ്ങൾ അവിടെ പോവാണ്. നമ്മൾ ഇന്ന് ഓണത്തിന് നാളെയാണ് 15th September ഓണം. സോ ഞങ്ങൾ ഓണത്തിന് വേണ്ടി തന്നെ ഞങ്ങൾ മാവേലിക്ക് കൊട, മാവേലിക്ക് ക്രൗൺ, മാവേലിക്ക് കയ്യിൽ കല്ലിലെല്ലാം സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആക്കിയിട്ടുണ്ട്. സോ അത് ഞങ്ങൾ ഇന്നലെ ചെയ്ത് ഞങ്ങൾ 2-3 ദിവസം മുമ്പാണ് ചെയ്തത്. സോ അതിൻ്റെ വീഡിയോ ഫസ്റ്റ് നമുക്ക് റീക്യാപ്പ് ചെയ്ത് നോക്കാം. കൊട ഇപ്പം നമ്മൾ ഇതാണ് നമ്മുടെ പേപ്പർ. സോ നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൊട ഇങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ ഒട്ടിക്കാൻ പോകണം. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്ലാൻ. ലുക്ക് അറ്റ് ദിസ്. ഇതാണ് നമ്മുടെ കൊട. കണ്ടോ, ഇപ്പം ഞങ്ങളിവിടെ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ്. ഇത് കൊട. നമ്മുടെ കിരീടം ഇപ്പം നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൊള കഴിഞ്ഞ വർഷം ഞങ്ങളെ കാണിക്കത്തില്ല. ഇത് നമ്മൾ ഈ പേപ്പർ വെച്ച് നമ്മളിപ്പോൾ കിരീടം ഉണ്ടാക്കുവാണ്. നമ്മുടെ കിരീടം പേപ്പറാണ്, ഗോൾഡൻ കളർ പേപ്പറാണ് കിരീടം. നമുക്ക് ഇതാണ് നമ്മുടെ കിരീടം. സോ ഇത് നമ്മൾ കണ്ടാകും തലയിൽ നോക്കുമ്പോൾ ഇതിങ്ങനെ താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് ഞങ്ങൾ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒട്ടിക്കും. ഇനി ഇച്ചിരി കൂടെ കട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഭാഗത്തിൽ. ബിക്കോസ് ഇച്ചിരി വലുതായപ്പോൾ ഞങ്ങളുടെ പറഞ്ഞോ ബേസ് ഇച്ചിരി വലുതായപ്പോൾ ഞങ്ങളിങ്ങനെ കട്ടൊക്കെ ചെയ്ത് അതിൻ്റെ ഫിനിഷിംഗ് ടച്ചൊക്കെ ചെയ്തിട്ട് ഞങ്ങളുടെ കിരീടം ഇങ്ങനെ കിരീടത്തിൻ്റെ ബാക്കിൽ ഞങ്ങളുടെ വാവിലൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഹോൾ ഒട്ടിച്ച് ഞങ്ങൾ സ്ട്രിങ് വെച്ചിട്ട് കെട്ടും അല്ലേ. സോ അങ്ങനെ ഞങ്ങളുടെ പ്ലാന്. സോ ഇതാ ഗായ്സ് ഞങ്ങളുടെ ക്രൗൺ. ഇപ്പം ഞങ്ങളുടെ ബ്ലൂ കളർ എലിഫൻറ്റ് കൊടാനെ ഇപ്പം ഞങ്ങൾ ഫിനിഷിങ് ടച്ചസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് വാസ് ആ ബ്ലൂ കളർ കൊട. നമ്മൾ ഓണത്തിൽ I did celebrate Onam, but our dad, my dad had like his company, so it was really easy to make this umbrella and crowns. So ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ട് I was very excited. This is more beautiful in real life actually. ഞങ്ങൾ ടെക്സ്ചർ കൊടുക്കാൻ വേണ്ടി ഇച്ചിരി ഗോൾഡ് പേപ്പറൊക്കെ ആഡ് ചെയ്ത് ഇച്ചിരി ടെക്സ്ചറൊക്കെ കൊടുത്ത് ഞങ്ങൾ എന്നാലും സൂപ്പറാക്കി ഞങ്ങളുടെ കൊട. ഇനി ഐ എം സോ എക്സൈറ്റഡ് ടു സീ ദിസ് ഓൺ ഓണം. ഗൈസ്, അങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ മാവേലിയുടെ കൊട, മാവേലിയുടെ തൊപ്പി എല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്ന കണ്ടല്ലോ. ഇനിയും നമ്മൾ ഇന്നത്തെ ഡെക്കറേഷൻസും സെലിബ്രേഷൻസും അല്ലെങ്കിൽ ഇന്നത്തെ പ്രിപ്പറേഷൻസും നിങ്ങൾ കാണാൻ പോലെ ഗൈസ്. ഓണം എന്ന് പറയുമ്പം ഞാൻ ഫസ്റ്റ് ഓർക്കുന്നത് പട്ടുപാവാട ഇടാൻ, പൂക്കളം ഇടാൻ, പിന്നെ നമ്മുടെ ഓണസദ്യ കഴിക്കാൻ, അതൊക്കെയാണ് എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് വരുന്നത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓണത്തിൻ്റെ സദ്യ പ്രിപ്പറേഷൻസ് ആണ്. എല്ലാവരും കൂടെ വന്ന് സദ്യ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുവാണ് ഇവിടുന്ന്. സോ എല്ലാവർക്കും ഇങ്ങനെ ഓണിയൻസ്, ക്യാബേജ് അങ്ങനെയൊക്കെ ആയിരുന്നു. അവിടെ പിന്നെ ബനാന അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. എനിക്ക് എന്തൊക്കെയാണെന്നൊന്നും അറിയത്തില്ല.
there was a lot of things. I mean ഓണത്തിന് കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. സോ അതിനുവേണ്ടിയാണ് ഇവർ ഫസ്റ്റ് ഇങ്ങനെ കുറേ ഐറ്റംസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണത്. നമ്മൾ 2-3 ഐറ്റംസ് നമ്മൾ ഡേ ബിഫോർ ഉണ്ടാക്കിയിരുന്നു. ബിക്കോസ് രാവിലെ എണീച്ച് നമുക്കിതെല്ലാം ഉണ്ടാക്കാൻ പറ്റത്തില്ല. സോ ആ ദിവസം 14th രാത്രി ഞങ്ങൾ മോസ്റ്റ് പറ്റുന്ന അത്രയും കറി ഞങ്ങൾ ഉണ്ടാക്കി. പിന്നെ പായസം, ചോറ് അതൊക്കെ ഞങ്ങൾ രാവിലെ ഉണ്ടാക്കി. സോ ഗായ്സ്, ഇതായിരുന്നു ഇവരുടെ ഡാൻസ്. ഇത് ഇവര് നാളെ കളിക്കാൻ പോകുന്ന ഡാൻസ് ആണ്. അപ്പൊ ഇതിന്റെ പ്രാക്ടീസ് ആണ്. എന്തെങ്കിലും പറയണോ ഞങ്ങൾക്ക്? ഹലോ, അത്ര മാത്രമേ പറയാൻ. ഗായ്സ്, നമ്മള് ഫസ്റ്റ് കറി ഇത് കറിയല്ലേ നമ്മുടെ, ഇത് സെക്കൻഡ് കറി, ഇത് തോരൻ. ഓ, സോ ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ് കറി, പിന്നെ ഇന്ന് കഴിക്കാനുള്ള സംഭവം. ഓണത്തിന് തലേ ദിവസമല്ലേ, അപ്പം വി ഹാവ് ടു ഈറ്റ് സംതിങ് ലൈക്ക് ഓണം വൈബ് ഓർ ഇന്ത്യൻ വൈബ്. ലൈക്ക് അപ്പം ഞങ്ങൾ വിചാരിച്ച് നമ്മൾക്ക് പിസ്സ അല്ലെങ്കിൽ പൊറോട്ട ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, നമുക്ക് വേറെ എന്തെങ്കിലും കഴിക്കാം. സോ ഞങ്ങൾ വിചാരിച്ച് കപ്പയും എല്ലും ഞങ്ങൾ ഉണ്ടാക്കാമെന്ന്. ഐ മീൻ ഞങ്ങളല്ല, അവരുണ്ടാക്കുകയാണെന്ന്. സോ ഇപ്പോൾ അവർ കപ്പയും എല്ലും ഇങ്ങനെ ഉണ്ടാക്കുവാണ്. കപ്പയും എല്ലും നല്ല സൂപ്പറായിരുന്നു. അതിൻ്റെ കൂടെ അതിൻ്റെ മുകളിൽ ഒണിയൻസും കൂടെ വെറുതെ ഇറ്റ് വാസ് സൂപ്പർ. കപ്പയും ഈ എല്ലും എന്ന് പറയുമ്പം നമ്മൾ ഏതെങ്കിലും ഫങ്ഷൻ ഉള്ളപ്പം പിറ്റേ ദിവസം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. സോ അതാണ് ഇപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് വാസ് സോ ഗുഡ്. Guys, we're going to do some review of Kaparichi, the thing that we ate now. So how was it, Sia? Good. I'm going to say it was good. So we ate the whole thing. Now we are drinking 7-Up, as you can see. ഞാനും സെയിം എപ്പോഴത്തെ പോലെ സോല് കഴിച്ചപ്പം ലക്കിനെ കേസ് ചെയ്യാനും ചെക്ക് ചെയ്യാൻ പോയപ്പം ദേ വെർ പ്ലേയിങ് മിനോപ്പൊളി ബൈ യൂസിങ് സം കൈൻഡ് ഓഫ് റാബിറ്റ് ലൈറ്റ്സ്. അതെല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഫുഡിൻ്റെ പരിപാടി എങ്ങനെയായിരുന്നു. ഫുഡൊക്കെ എന്ന് പറയുമ്പോൾ തോരനും അങ്ങനത്തെ കുറേ കറികളൊക്കെ എല്ലാത്തിൻ്റെ പേരും എനിക്കും അറിയത്തില്ല. അവരെന്തൊക്കെയോ അരിഞ്ഞ് ദേ വർ കുക്കിംഗ്. സോ അതൊക്കെ കണ്ടപ്പം അത് സദ്യയുള്ള സംഭവമാണെന്ന് മനസ്സിലായി. സോ ആ സമയത്തൊക്കെ കഴിയുമ്പം അവിടെ നിന്ന് നല്ല നല്ല സ്മെല്ല് വരികയായിരുന്നു. ആ സ്മെല്ല് കണ്ടു കഴിഞ്ഞ് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കിപ്പം പണിയുണ്ട്, യു ഹാവ് ടു ഗോ പ്ലക്ക് സം ഫ്ലവേഴ്സ് ആൻഡ് സെപ്പറേറ്റ് ദം വിത്ത് ദർ സ്റ്റെം. സോ ഞങ്ങളിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ടുക്ക് അസ് എ റിയലി ലോങ് ടൈം ടു ഡു ദാറ്റ്, ബട്ട് ഇറ്റ് വാസ് ഫൺ ടു ഡു. നമ്മുടെ ഒരു 5 hours കഴിഞ്ഞിട്ട് we finished all our purple flowers. We finished. In our last step is putting the flowers on the cover again.
ഗൈസ് അങ്ങനെ ഞങ്ങളുടെ യെല്ലോ ഫ്ലവറിന്റെ സംഭവം ചെയ്യാൻ വെച്ചത്. We were like so sleepy. If we are going to show the time, it's like almost 2:30 in the morning, like AM. So we are like literally so sleepy. At least me and Casey are like did a lot of work and we are so sleepy. So ഞങ്ങളുടെ comfy താര carpet ഒക്കെ വിരിച്ചു. ഞങ്ങളുടെ ബെഡ്ഷീറ്റും പില്ലോ ഒക്കെ തന്നപ്പോൾ നമുക്ക് കിടക്കാൻ പോവാണ്. ഞങ്ങളവിടെ സ്ലീപ്പ് ഓവർ ചെയ്യാൻ പറ്റും. വലിയ ബിഗ് ആൾക്കാരുടെ സ്ലീപ്പ് ഓവറാ. സോ ഗൈസ് അപ്പം നാളെയാണ് നമ്മുടെ ഓണം. ഐ മീൻ ടെക്നിക്കലി പറയുവാണെങ്കിൽ ഇന്ന് നമ്മുടെ ഓണം. രാത്രി 2 o'clock ആയപ്പോൾ ഇന്നാണ് ടെക്നിക്കലി ഓണം. പക്ഷെ സെപ്റ്റംബർ 15th ആണ് നമ്മുടെ ഓണം. എന്തായിരുന്നു പട്ടുപാവട ബ്ലൗസും പിന്നെ സദ്യ കഴിക്കാൻ പിന്നെ നമ്മുടെ മാവേലി കാണാൻ പിന്നെ നമ്മൾ എന്തായിരുന്നു പിന്നെന്താ പിന്നെ നമ്മുടെ പൂക്കൾ വിടാൻ അതൊക്കെ. So guys, see you guys tomorrow. We started our day by cooking some idli for everyone. പിന്നെ കറിയൊക്കെ അവരെ ഉണ്ടാക്കിയത്. As you guys saw, we slept at Sanoja Uncle's house, our neighbor's house. So we were sleeping there and our parents were cooking here. So ഞാൻ രാവിലെ എണീറ്റ് വന്ന് ഫ്രഷ് ഒക്കെ ആയപ്പം I saw a bunch of idlis laying down there and there were also dosas, but dosas ഞങ്ങൾ ഓൾറെഡി പാക്ക് ചെയ്തിരുന്നു. സോ അത് കാണിക്കാൻ പറ്റിയില്ല. സോ ഞങ്ങൾ പിന്നെയും ഞാൻ അവിടെ ചെന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോൾ എന്നോട് പിന്നെയും പണിയായിരുന്നു. രാവിലെ അവർ വേറെ പോയി ഫ്ലവേഴ്സ് പറിച്ചുകൊണ്ട് വന്നിട്ട് അവർ പറഞ്ഞു ആ ഫ്ലവേഴ്സ് ഒന്ന് പിന്നെയും പ്ലക്ക് ചെയ്ത് വൈറ്റ് ഫ്ലവേഴ്സ് ഒന്ന് പ്ലക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന്. പിന്നെയും രാവിലെ മുതൽ നമ്മുടെ അങ്കിൾമാരും ആൻറ്റിമാരും എല്ലാവരും പിന്നെയും കുക്കിലോട്ട് തുടങ്ങി. അവർ രാത്രി ബുൾസ് കഴിച്ച് അങ്ങനെ കിടന്നപ്പോൾ അവർ രാത്രി 4-5 o'clock ഒക്കെ ആയിരുന്നു. ഞങ്ങൾ അവരെക്കാട്ടിലും മുമ്പ് ഉറങ്ങി. സോ വി ഗോട്ട് എ റിയലി നൈസ് സ്ലീപ്പ്. അത് കഴിഞ്ഞപ്പം ഞാനും KCIയും CAയും അപ്പം തന്നെ ഞങ്ങളുടെ ജോബ് തുടങ്ങി ടു പ്ലക്ക് എ ലോട്ട് ഓഫ് ഫ്ലവേഴ്സ്. പക്ഷേ I was impressed because we did a lot of flowers like within 1 to 2 hours, like really a lot of flowers. So I was happy. പിന്നെ ഞങ്ങൾക്ക് ഫ്രഷൊക്കെ ആയി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന് ഞങ്ങൾ ഇച്ചിരി ഫ്ലവേഴ്സൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പതുക്കെ വിശക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഞാനെടുത്തത് ദോശയാണ്. ലക്കിയും ദോശയും ഇഡ്ഡലിയൊക്കെയാണ് എടുത്തത്. നമ്മൾക്കിപ്പം ഇന്നലത്തെക്കാട്ടിലും കുറേ കറി അവർ രാവിലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയിരുന്നു. അപ്പം നമ്മളിപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പം പൂ പറിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഇഡ്ഡലി ആയിരുന്നു. ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും റെഡി ആയി പോകണം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകണം. സോ ഇനി അടുത്ത സ്റ്റോപ്പ് ഞങ്ങളുടെ വീട്ടിൽ പിന്നെ റെഡി ആവുക. സോ ഗൈസ്, നിങ്ങൾക്ക് ഞങ്ങളുടെ ഓണലൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? സോ ഞങ്ങൾ ഞങ്ങളുടെ ഓണസദ്യ, ഞങ്ങളുടെ ഓണപ്പൂക്കൾ ഒക്കെ ഞങ്ങളുടെ ഗെയിംസ്, ഓണം ഗെയിംസ് ഒക്കെ നിങ്ങൾ ഇനി കാണിക്കുന്നതായിരിക്കും അല്ലേ? ആണ്. Subscribe to our channel also guys, don't forget that.
എന്താ അപ്പം ഇത്? നോക്ക് നമുക്ക് ടിപ്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയി ആക്ച്വലി. പ്രസിഡന്റ് ഓഫ് മാക് നമ്മുടെ ഓണത്തിന്റെ ലിസ്റ്റിന്റെ ഇതാ ഒട്ടിക്കുവാണ് ഇവിടെ. മുപ്പത്തിയോ ടിക്ക് ചെയ്യണം. ഈ സെപ്പറേറ്ററായ സനോജ് ഇതെല്ലാം ടിക്ക് ചെയ്ത് എല്ലാ സാധനവും ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. പുളിയിഞ്ചി ഗൈസ്, പുളിയിഞ്ചി. ഒന്നുമില്ല, എല്ലാം മാറ്റി വെച്ചേക്കുവാ. പപ്പടം എല്ലാം ശരിയാക്കി. പച്ചടി, പൈനാപ്പിൾ പച്ചടി എടുക്കും. തോരൻ, കൂട്ടുകറി, അവിയൽ, കാളൻ, സാമ്പാർ, മോരുണ്ടാക്കിയിട്ടില്ല, മോരില്ല, പച്ചമോര്, പാലട, വെള്ളം, വാഴയില, എക്സെട്രാ ബാക്കി സാധനങ്ങൾ, ടിഷ്യൂ. പ്രസിഡന്റ് സൈഡ്, പ്രസിഡന്റ് സൈഡ്.
നമുക്ക് പിള്ളേർക്കും വലിയവർക്കും അത്യാവശ്യം ഞങ്ങൾ കുറെ ഗെയിം തട്ടിക്കൂട്ടിയിട്ടുണ്ട്. അത്ര വല്ല ഇതൊന്നുമില്ല. ഓക്കെ. അപ്പോൾ എല്ലാവരും നല്ലതായിട്ട് കളിക്കണം. കാര്യം ഇന്നലെ വൈകിട്ട് തൊട്ട് ക്യാമ്പിൽ നിന്നൊന്നും ഉണ്ടാക്കി ഇവിടെ സഹായിച്ച ഒത്തിരി ആൾക്കാരുണ്ട്. അവരെ വളരെ മനോഹരമായ ഫുഡ് കിട്ടിയിട്ടുണ്ട്. സദ്യയുണ്ട്, അടിപൊളിയായിരിക്കും കേട്ടല്ലോ. ആദ്യം എന്നെ പരിചയപ്പെടുത്താൻ കാര്യമില്ല. അപ്പൊ ഈ കൂപ്പടിപ്പ് എല്ലാം നമ്മുടെ പ്രസിഡന്റ് സനോജ് എല്ലാവർക്കും കൊടുക്കണം. കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കണം. കുട്ടികളെ ഈ സ്പോൺസർഷിപ്പ് എന്തുവാ നേനൊക്കെ പോയി കാണും. പോയി വേറെ ഉണ്ട്. I'm lucky because I have a pocket book. ഏതാ വേണ്ട? ഒരു നമ്പർ എടുത്ത്. ഒരു നമ്പർ ഉണ്ട്. 4 എടുക്ക് ജോന, 4 എടുക്ക് ജോന. ഏതാ വേണ്ട? തുടർ ഒരെണ്ണത്തെ തുടർ. പോക്കറ്റ് ഇട്ടോ. പിടിച്ചോളും കേട്ടോ. ഇവിടെ പോക്കറ്റിലുണ്ട് കേട്ടോ. ഫിസിക്കൽ കെയർ ആണ് കേട്ടോ. എല്ലാവരുടെയാണ്. ഉണ്ട് പിള്ളേർ മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യുമ്പോ ഇരിക്കണേ. കറക്റ്റ് ചേറാ. ഇനി ആരുണ്ട്? ഇനി ഔട്ടാണ്. ഇനി എഴുന്നേച്ചോ. കിട്ടോ. ഇച്ചിരി ഫാസ്റ്റിലാണ്. പോയിന്റ് ചെയ്തോണ്ടാ കറങ്ങുന്നത്. രണ്ടുപേർക്കും Go guys, run guys. Yay! Lidhat is so concentrated. നിങ്ങളുടെ കുപ്പി നമ്മൾ നോക്കിക്കോളെ. നീ കുളിക്കും. വേണ്ട, ജോഷ് ഒഴിക്കുന്നുണ്ട്. എല്ലാരും ഒരു പിന്നെ 1 മിനിറ്റ് വെച്ചാൽ പോലെ സ്ട്രേറ്റ് അത്രേ ഉള്ളൂ. എല്ലാവർക്കും 2 അടിച്ചിട്ട് പോലെ പറയത്തുള്ളൂ. എന്തെങ്കിലും ഇല്ല, ഒന്നുമില്ല. മാറി നിൽക്ക് ജോഷു, മാറി നിൽക്ക്. എവിടെ പോയി ഇത്? മുന്നോട്ട് നടക്കും, മുന്നോട്ട് നടക്കും.
ജോഷു ഗായ്സ്, ഞങ്ങൾ ഇത്രയൊന്നും അല്ല ഗെയിം കളിച്ചു, ഞങ്ങൾ കുറേ ഗെയിംസ് കളിച്ചു. പക്ഷേ ഇപ്പം ഞങ്ങൾ ഗെയിംസ് കളിച്ച് ഞങ്ങൾ ഈ പൂക്കളൊക്കെ ഇട്ടിട്ട് വി വർ ടയേർഡ്. സോ വി തോട്ട് വൈ നോട്ട് വി ഗോ ആൻഡ് ഈറ്റ് സം സദ്യ. The most favorite part of me on Onam is to eat sadhya, guys. അങ്ങനെ ഞങ്ങളിപ്പോൾ സദ്യയുടെ എല്ലാം ഇങ്ങനെ വിളമ്പി എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഞങ്ങളിപ്പോൾ ഓരോന്നോരോന്നിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുവാണ് ഇവർ. ഗൈസ്, 2-3 ദിവസമായിട്ട് ഞങ്ങളുടെ ക്രൗൺ ഉണ്ടാക്കല്, ഞങ്ങളുടെ അംബ്രല ഉണ്ടാക്കല്, ഞങ്ങളുടെ അങ്ങനത്തെ ഉണ്ടാക്കല് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മാവേലി അങ്ങനെ ഫൈനൽ റെഡിയായി. മാവേലി, do you want to say something? Subscribe to Sarah. അത് എടുക്കാൻ പോണേ. ഏറ്റവും ചെറിയൊരു കുഞ്ഞു വന്ന് എടുക്കാൻ ഗസ് ചെയ്യാൻ പറ്റും. 40 to 4. 4 on the 4. 4. ഏഴല്ല 44. പ്രത്യേക സമ്മാനമാണ് ഈ നിയമങ്ങൾ. അത്യാവശ്യം അടുത്ത ഓണത്തിന് പാലിക്കേണ്ടതാണ്. ഇത് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഇതിന്റെ പ്രസിഡന്റ്
ഈ ഗെയിം എല്ലാവരും കളിച്ചിരുന്നു. ഈ ഗെയിം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഗെയിമായിരുന്നു. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിമായിരുന്നു ഈ കളി. എല്ലാവരുടെയും ലീഡ് കാണിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ സമയക്കുറവുണ്ട്. അപ്പോൾ 2-3 പേരെ ഞങ്ങൾ കാണിക്കുന്നുള്ളൂ. ചേച്ചി പറഞ്ഞു, ചേച്ചിക്ക് വേണ്ട, കുഴപ്പമില്ല. വീട്ടിൽ പോയാലും എങ്ങനെയും വേഗം പറയാം, വീട്ടിൽ പോവാം. ഞാൻ തോറ്റല്ലോ, പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഗെയിംസ് എല്ലാം വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി വി തോട്ട് വി വുഡ് പ്ലേ തഗ് ഓഫ് വാർ. ഓണം എന്ന് പറയുമ്പം ഏറ്റവും ഫസ്റ്റ് വരുന്നത് നമ്മൾക്ക് പൂക്കളം, തഗ് ഓഫ് വാർ, പിന്നെ സദ്യ ഒക്കെയല്ലേ. സോ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് അവർ ലാസ്റ്റ് ഗെയിം വാസ് തഗ് ഓഫ് വാർ ഗൈസ്. So that's all for today's our first Canadian Onam celebration in Canada. Hope you guys enjoyed it. Please don't forget to like, share and subscribe and send our channel to your friends and family to support us and make us grow. Bye bye. See you in our next video.